ഞാൻ കടയിൽ നിൽക്കുന്നുണ്ട്. എന്താ പച്ചക്കറി ഒന്നും വാങ്ങിച്ചില്ലേ? വാങ്ങാനല്ല, വിൽക്കാൻ വന്നതാ. ആ കറക്റ്റ്. ഞാനന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടാണല്ലോ. ഇഷ്ടം പോലെ പച്ചക്കറിയല്ലേ അവിടെ. ഞാൻ സത്യത്തിൽ ശ്രുതിയുടെ വീട്ടിൽ വന്ന് നന്ദി പറയാതിരിക്കുകയായിരുന്നു. ആ ഒരേ ഒരു ബർഗർ എന്നോട് പിടിച്ചു നിർത്തി. ഇപ്പം ഞാനും ടീനമോളും ഭയങ്കര ക്ലോസാ. എങ്ങനെയുണ്ട് അവൾക്ക്? ഒരു കുഴപ്പമില്ല, വെരി സ്മാർട്ട്. ശ്രുതിയുടെ അമ്മയ്ക്ക് എങ്ങനെ? ബെറ്റർ ആണ്. ഇന്നലെ ആരും പിടിക്കാതെ 5-6 അടി നടക്കുകയൊക്കെ ചെയ്തു. ആഹാ, ഒരു കാര്യം ചോദിക്കാൻ പറ്റൂ? അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അച്ഛനെ കണ്ടില്ലല്ലോ. എങ്ങനെ കാണാൻ? ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അച്ഛൻ നേരത്തെ പോയില്ലേ? ഓ മൈ ഗോഡ്, ഐ ആം സോറി. ഒരു പരിചയമില്ലാത്ത ഒരാൾ മരിച്ചതിന് ഇത്രയും ഷോക്ക് എന്തിനാ? ശ്രുതിക്ക് അന്നുണ്ടായ ഷോക്ക് ആലോചിച്ച് ഞാൻ ഷോക്കായി പോയതാ. ശ്രുതിക്കറിയോ, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല. അച്ഛനെ പറ്റി ഇപ്പോൾ ആലോചിച്ചാലും എൻ്റെ കണ്ണ് നിറയും. എന്താ ചിരിക്കുന്നത്? ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചാർലി ചാപ്ലിനെ ആലോചിച്ച് ചിരിച്ചതാ. ആ കോമഡി നടൻ? അതെ, ആ കോമഡി നടൻ ഒരിക്കൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു നല്ല തമാശ പറഞ്ഞു. ആളുകളൊക്കെ പൊട്ടിച്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് അതേ തമാശ വീണ്ടും പറഞ്ഞപ്പോൾ അധികാരം ചിരിച്ചില്ല. പക്ഷെ ചാപ്ലിൻ വിട്ടില്ല. പുള്ളി 3ാമതും ആ തമാശ ആവർത്തിച്ചു. അപ്പൊ ആളുകൾ അസ്വസ്ഥരായി. അല്ലെങ്കിൽ ഒരു തമാശ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ചിരിക്കും? ഇത് തന്നെയാണ് ചാപ്ലിനും ചോദിച്ചത്. ഒരേ തമാശ വീണ്ടും വീണ്ടും പറയുമ്പോൾ ചിരിക്കാത്ത നിങ്ങൾ എന്തിനാണ് വേദനിപ്പിക്കുന്ന കാര്യം പിന്നെയും പിന്നെയും ആലോചിച്ച് വിഷമിക്കുന്നതെന്ന്? ചാപ്ലിൻ വെറും കോമാളി അല്ലല്ലേ? റിയൽ ജീനിയസ്. ചുരുക്കി പറഞ്ഞ അനിയൻ്റെ അനിയത്തിയുടെയും പഠിത്തം, അമ്മയുടെ ചികിത്സ, എല്ലാ ഭാരവും കൂടെ ശ്രുതി തനിച്ച്. ഭാരം തോന്നാൻ അവരാരും എന്റെ തലേ കയറിയിരിക്കുന്നില്ലല്ലോ. അതല്ല, ബർഗറും പച്ചക്കറികളും മാത്രം വിറ്റിട്ട് ചെലവുകളൊക്കെ നടക്കുമെന്ന്. അതെ, ജീവിക്കാൻ വലിയ ചെലവൊന്നുമില്ല ആകാശ്. നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാ ചെലവ് കൂടുന്നത്. സുധിമോളെ, ഏതാണ് ഇറക്കുമതി കാമുകൻ? ഞങ്ങളാരും നിനക്ക് പിടിക്കലല്ലേ? കാമുകന്റെ മറ്റവൻ പന്നി നോക്കിപ്പോയി. അവരൊക്കെ പലതും പറയും, കേൾക്കാത്ത മട്ടിൽ അങ്ങ് പോയാൽ മതി. എന്റെ കൺട്രോൾ ഇപ്പോൾ പോയാണ്. ഇതാ മലയാളികളുടെ കുഴപ്പം. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി കയറി ഇടപെടും. ഇംഗ്ലണ്ടിൽ നടക്കും, ജർമ്മനിയിൽ നടക്കും. ജർമ്മനി ചിലപ്പോൾ ഞാൻ ഈ വഴിക്കാം. ഓ, ഞാൻ ഈ വഴിക്കാം. ശരി. ആ പെണ്ണിന്റെ മുമ്പ് നീ വലിയ ആളാന്ന് നോക്കല്ല തെറ്റേ. തെമ്മാടിത്തരം പറഞ്ഞാ പിന്നെ ചോടാണെങ്കിൽ ഇപ്പൊ തരും. വിളിക്കണ നീ. ഇവിടെ വാ, അവിടെ നോക്കാം. എന്തു പറ്റി? എന്താ ഇതിലൂടെ? ശ്രുതി എന്താ ഇവിടെ? ഇതെന്റെ വീടല്ലേ? ഞാൻ മറന്നുപോയി. എന്തിനാ ഓടിയത്? ആരോടി? ഓടിയതല്ല. നേരത്തെ കമന്റ് അടിച്ചത് ഞാൻ പട്ടിയും തണ്ടിയതെല്ലാം പിടിച്ചല്ലോ. അവൻ 5-6 ഗുണ്ടകളെ കൊണ്ട് വന്നിരിക്കുന്നു ചോദിക്കാൻ. നമ്മളാര് വിടുവോ?
മറന്നു നോക്കി 4 കണക്കിന് കൊടുത്തു. ഒരുത്തൻ മിസ്സായി. ഈ അടിയും കുത്തവും നമുക്ക് പുത്തിരല്ലേ, കുറച്ച് വെള്ളം കിട്ടുമോ കുടിക്കാൻ? ഇതാ ഇടികൊണ്ട് 6 പേരും റോട്ടിൽ വീണു. എന്നിട്ടും കലി തീരാതെ കമൻ്റ് അടിച്ചാൽ ഞാൻ ഇടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് താഴെ വീണ് കിടക്കുന്ന ഒരുത്തൻ പോലീസിനെ എടുക്കുന്നു. അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് മാറി. നമുക്ക് ഈ പോലീസും കോടതിയൊക്കെ ആയിട്ട് കളയാൻ സമയമില്ലല്ലോ. പോട്ടെ. ആകാശ് പറഞ്ഞാൽ മതി, നീ നമ്മളെ അന്വേഷിക്കും. അതുവഴി പോണ്ട, അവന്മാര് പിന്നെയും വന്ന് തല്ലിയാലോ. ഇതിലെ പോയിക്കോ. താങ്ക് യു. എൻ്റെ വേളാങ്കണ്ണി മാതാവാണ്, കൊരട്ടി മുത്തിയാണ് സത്യം. ഞാൻ റേച്ചലിനെ വിളിച്ചിട്ടില്ല. പിന്നെ പാലും ജ്യൂസും ഞാൻ വാഷ് ബേസിൽ ഒഴിച്ച് കളഞ്ഞു എന്ന് മമ്മി എങ്ങനെ അറിഞ്ഞു? അത് മമ്മി ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ. സത്യമായതുകൊണ്ട് മോൾ അതിലിങ്ങ് കൊത്തി. അല്ലാതെ കണ്ട് മോളെപ്പറ്റി വല്ല കുറ്റവും ഞാൻ പറഞ്ഞു കൊടുക്കുവോ? മോൾ എത്ര നേരം ഇങ്ങനെ നോക്കിയാലും ആൻറ്റിക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല. കണ്ടോ? അയ്യോ, അതൊന്നും എടുക്കണ്ട മോളെ. ചത്തുപോയ എൻ്റെ മാത്തച്ഛനാണ് സത്യം ഞാൻ പറയണത്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല, മീൻ കഴുകി വെച്ചിരിക്കുക. അടുക്കളയിൽ ഒരു പിടി പണിയുണ്ട് മോളെ. ആന്റി, വേളാങ്കണ്ണി മാതാവിനോട് കറക്റ്റിമുത്തിയോടൊക്കെ സോറി പറ. റേച്ചലിനെ ഞാൻ വിളിച്ചതല്ല മോളെ, എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ. മോള് പാല് കുടിച്ചോ ചോദിച്ചോ? ഇല്ല, വാഷ് ബേസിൽ ഒഴിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. പറഞ്ഞു. ജ്യൂസിനെ പറ്റി ചോദിച്ചില്ല, എന്നിട്ടും പറഞ്ഞു ഞാനത് കളഞ്ഞു എന്ന്. എൻ്റെ അടുത്ത് മനസ്സറിയുന്ന യന്ത്രം ഉണ്ടെന്ന് ആന്റി മറന്നുപോയോ? ഈ കഴുകി വെച്ചിരിക്കുക. ചെല്ല്. അതെന്ത് സൂത്രമാ? നോക്കട്ടെ. ഇതേ കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള സൂത്ര. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് പേരുടെ കയ്യിലേ ഉള്ളൂ. ചുമ്മാ അല്ല, ആകാശിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കള്ളം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ പുറത്തെടുക്കട്ടെ? എൻ്റെ ഉള്ളിൽ കള്ളത്തരം ഇല്ലല്ലോ അല്ലേ? ഇതെങ്ങനെയാ ഹാർട്ട് ബീറ്റ്സിൽ വേരിയേഷൻ ഉണ്ടാവും? അതൊന്നും പറഞ്ഞില്ല. വാ നോക്കട്ടെ. അല്ല വേണ്ട. നാട്ടുകാരായി തല്ലുണ്ടാക്കിയ കാര്യമൊക്കെ ഇത് വെച്ച് നോക്കി കൃത്യമായിട്ട് അറിയാം. എത്ര പേര് തല്ലിന്നും എത്ര തല്ല് കിട്ടിന്നൊക്കെ ഞാനിപ്പോ പറഞ്ഞു തരട്ടെ. ഓ, അപ്പോഴേക്കും ന്യൂസ് ഇവിടെ കിട്ടിയല്ലേ? സത്യം പറ, അടി നല്ലോണം കിട്ടിയോ? ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കായിരുന്നല്ലോ ഓട്ടത്തിനും ലോങ് ജമ്പിനൊക്കെ ഫസ്റ്റ്. പുളു പഠിക്കാൻ എടുക്കുന്ന ശ്രുതി ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. ആണോ? നിങ്ങൾ അത്ര വലിയ ഫ്രണ്ട്സ് ആണോ? ഉം. ഓ